ഇന്ത്യ മഹാസഖ്യം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാർ? എന്തൊക്കെയായിരിക്കും അവരുടെ വകുപ്പുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലും. ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യ വ്യക്തിത്വം അത് മറ്റാരുമല്ല, അത് ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കണം ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വം. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ കാൽനടയായി സഞ്ചരിച്ച് സാധാരണക്കാർ മുതൽ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ജനങ്ങളുമായി രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, ബിസിനസ്സുകാർ തുടങ്ങി എല്ലാ മേഖലയിലെ എല്ലാ ജനങ്ങളുമായി സംവദിച്ച സാധാരണക്കാരുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കണം ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അടുത്ത ആഭ്യന്തരമന്ത്രി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രഥമ വ്യക്തിത്വം ഒരുപക്ഷെ അത് കർണാടകക്കാരനായ DK ശിവകുമാർ ആയിരിക്കും. BJPയുടെ പേടി സ്വപ്നം, BJPയുടെ കണ്ണിലെ കരട്, ഇപ്പോൾ കർണാടകയിൽ ആഭ്യന്തരമന്ത്രി. കർണാടകയിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം BJP നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ത്യ മഹാസഖ്യം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ DK ശിവകുമാർ തന്നെയായിരിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. അടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി, ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യ വ്യക്തിത്വം മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ ഗവർണർ രഘുറാം രാജൻ. അദ്ദേഹം തന്നെയായിരിക്കണം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി രഘുറാം രാജൻ. അതേപോലെ തന്നെ മറ്റ് പരിഗണനകളുള്ള വ്യക്തിത്വങ്ങൾ, വിദേശകാര്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പോകുന്ന ആദ്യത്തെ വ്യക്തിത്വം അത് മറ്റാരുമല്ല, ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂർ തന്നെ ആയിരിക്കണം ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിത്വം. അതേപോലെ തന്നെ റെയിൽവേ വകുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അത് യുപിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് തന്നെയായിരിക്കും ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രി. വ്യാവസായിക വകുപ്പ്, ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ വ്യാവസായിക വകുപ്പ് മന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് ബീഹാറിന്റെ രാഷ്ട്രീയ ജനതാദളിന്റെ നേതാവ് തേജസ്വി യാദവിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇന്ത്യ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ വ്യാവസായിക വകുപ്പ് മന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് തേജസ്വി യാദവിന് തന്നെയാണ്. അതേപോലെ തന്നെ മാനവ വിഭവശേഷി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയുള്ളത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജസ്ഥാനിന്റെ മുൻ മുഖ്യമന്ത്രി രാജേഷ് പൈലറ്റ് ആയിരിക്കും ഒരു പക്ഷേ ആ സ്ഥാനം വഹിക്കാൻ പോകുന്ന ഇന്ത്യയുടെ അടുത്ത മന്ത്രി. അടുത്ത വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ, ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വെല്ലുവിളികൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി, അതൊരു വനിത തന്നെയായിരിക്കണം. ആ സ്ഥാനത്തേക്ക് ഒരു പക്ഷെ ആദ്യമായി പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വം അത് മറ്റാരുമല്ല, അത് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കണം ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യ വ്യക്തിത്വം അത് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും. യൂത്ത് സ്പോർട്സ്, യുവജന സ്പോർട്സ് വകുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയുള്ള ഒരു വ്യക്തിത്വം അത് കനയ്യകുമാർ ആയിരിക്കും. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിത്വം അത് കനയ്യകുമാർ ആയിരിക്കും. അടുത്ത ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി, ഇൻഫർമേഷൻ വകുപ്പ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടാൻ പോകുന്നത് DMKയുടെ ഒരു മന്ത്രിക്കായിരിക്കും. ഒരുപക്ഷെ കനിമൊഴി ആയിരിക്കും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഇൻഫർമേഷൻ
വകുപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വം അത് DMK-യുടെ കനിമൊഴിയായിരിക്കും. അതേപോലെ ഗ്രാമവികസന വകുപ്പ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജയറാം രമേശ് ആയിരിക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി. ഭക്ഷ്യ സിവിൽ സപ്ലൈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക മഹാരാഷ്ട്രയിൽ നിന്നുള്ള NCPയുടെ ശരത് പവാറിന്റെ പാർട്ടിയായ NCPയുടെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിനായിരിക്കും ഈ വകുപ്പിലേക്ക് ഇന്ത്യ മുന്നണി പരിഗണിക്കപ്പെടുക. കാരണം മുമ്പ് ശരത് പവാർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് NCPക്ക് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതേപോലെ നിയമ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കപിൽ സിബൽ എന്ന് പറയുന്ന ഒരു നേതാവാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും എതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കപിൽ സിബൽ തന്നെ ആയിരിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ നിയമവകുപ്പ് മന്ത്രി. അതേപോലെ കേരളത്തിൽ നിന്നും പലർക്കും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുണ്ട്. പ്രേമചന്ദ്രൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് തൊഴിൽ അല്ലെങ്കിൽ പാർലമെന്ററി കാര്യവകുപ്പ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ മന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള വ്യക്തി അത് കേരളത്തിലെ കൊല്ലത്ത് പ്രതികരിക്കുന്ന NK പ്രേമചന്ദ്രനാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. അതേപോലെ KC വേണുഗോപാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉറപ്പായും കേന്ദ്രമന്ത്രിയാകുന്ന ഒരു വ്യക്തിത്വമാണ് KC വേണുഗോപാൽ. അതേപോലെ ET മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, മികച്ച പാർലമെന്റേറിയൻ, വർഷങ്ങളുടെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള ET മുഹമ്മദ് ബഷീർ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വമാണ്. ഒരുപക്ഷെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ ഹജ്ജ് പോലെയുള്ള വകുപ്പുകൾ കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ET മുഹമ്മദ് ബഷീർ. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും പലരെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കും. സഹമന്ത്രിസ്ഥാനം ഒരുപാട് കേരളീയർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിജയിക്കുന്നവർക്കും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനവും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് കേരളത്തിൽ നിന്ന് വിജയിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കും ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. എന്തായാലും ജൂൺ 4-ന് നമുക്കറിയാം ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ആവുക എന്നുള്ളത്. ഇതിലിപ്പോൾ മന്ത്രിയായി പരിഗണിക്കുന്ന പലരും ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. പിന്നെ അവർ എങ്ങനെ മന്ത്രിയാകും എന്നൊരു ചോദ്യം വരും. അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഒരു നിയമമുണ്ട്.